They try to erase you. My friend, you dance on them. The best player in the world is black and Brazilian. അവർ നിങ്ങളെ മായ്ക്കാൻ ശ്രമിച്ചു. എൻ്റെ സുഹൃത്ത് അവരുടെ മേൽ നൃത്തം ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ബ്ലാക്കും ബ്രസീലിയനുമാണ്. ഞാൻ പറഞ്ഞ വാക്കുകളല്ലേ ഇത്? റയൽ മാഡ്രിഡിൻ്റെയും ബ്രസീലിൻ്റെയും ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ പറഞ്ഞ വാക്കുകളാണ്. വളരെയധികം ഊന്നിക്കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലാസ്റ്റ് വാചകം. ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് ഈസ് ബ്ലാക്ക് ആൻഡ് ബ്രസീലിയൻ. ജേസം ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന ഫിഫ ദ ബെസ്റ്റ് അവാർഡിനെ കുറിച്ചാണ്. അങ്ങനെ അർഹിച്ച കരങ്ങളിൽ ലാസ്റ്റിൽ എത്തിയിരിക്കുന്നു. വളരെയധികം സന്തോഷം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വംശീയ അധിക്ഷേപങ്ങളും അതിനനുസരിച്ചുള്ള നേട്ടങ്ങളും കൈവരിച്ച ഒരു വ്യക്തിയാണ് വിനീഷ്യസ് ജൂനിയർ. അതുപോലെ തന്നെ അർഹിച്ച കരങ്ങളിൽ എത്തുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിഫയുടെ അവാർഡുകൾക്ക് വളരെയധികം ക്രെഡിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു അവാർഡ് അർഹിച്ച കരങ്ങളിലെത്തിയതിൽ വളരെ സന്തോഷം. അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി നേടിക്കൊടുത്തത് 39 മത്സരങ്ങളിൽ നിന്ന് 26 ഗോളുകളും അതേസമയം ചാമ്പ്യൻസ് ലീഗ്, ലാ ലീഗ പോലുള്ള കിരീടങ്ങളും അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി നേടിക്കൊടുത്തു. അപ്പോൾ ബാലൻഡിയോർ പുരസ്കാരത്തിന് നോമിനേഷനിലുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷം അദ്ദേഹത്തെ തഴയപ്പെട്ടു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെയധികം പ്രതിഷേധങ്ങളിലൂടെ കടന്നുപോയതുമാണ്. അർഹിച്ചൊരു അവാർഡ് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. ഏകദേശം 193 നാഷണൽ ടീം ക്യാപ്റ്റന്മാരും 196ഓളം മാനേജർമാരും ആണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ആഞ്ചലോട്ടിക്ക് ഫിഫ ദ മെൻസ് കോച്ച്, ഗോൾ കീപ്പർ എമിലാനോ മാർട്ടിനസ്. അപ്പം ഇത്രയൊക്കെ ഉള്ള ഗൈസ് ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വാർത്തകളും ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നവരേക്കും